ഇതാരുവാ ഇത്? എങ്ങോട്ടാ? ഫസ്റ്റ് വണ്ടി എടുക്കാൻ പോവാ. വണ്ടി എടുക്കാൻ വേണ്ടി ഇന്നലെ വാങ്ങിയ ഡ്രസ്സും ചെരുപ്പൊക്കെയാണ്. എങ്ങോട്ടാ പോകുന്നേ? സ്കൂട്ടി മേടിക്കാൻ. സ്കൂട്ടർ. ഡു യു ഫീൽ എക്സൈറ്റഡ്? ശരിക്കും? യെസ്. എല്ലാം തീർന്നു, വീട്ടിൽ കൊണ്ടാക്കി തന്നെ. കണ്ടില്ലേ? ടെൻഷൻ ഉണ്ടോ മാളു? നമ്മൾ മാമംഗലത്ത് സുസ്കീൻ്റെ ഷോറൂമിലാണ് കേട്ടോ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നീലയാണ് കേട്ടോ മാളുവിൻ്റെ സ്കൂട്ടർ. സോറി, ഐസ് ഗ്രീനാണ്. ഇപ്പോഴത്തെ അതിന് ചേരുന്നൊരു ഷർട്ടാട്ടെ. മാള് നീലയാണല്ലോ. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് കുറേ സേവിങ്സൊക്കെ കുഞ്ഞു സേവിങ്സ് ആയിട്ടെങ്കിലും മാറ്റി വെച്ചിട്ടാണ് കേട്ടോ മാളൂന്ന് വാങ്ങിയത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര അഭിമാനമാണ് ആളോട്. കാരണം അതുപോലെ ഡിസിപ്ലിൻഡ് ആയിട്ടാണല്ലോ എല്ലാം സേവിങ്സും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. ലൈക്ക് ഈ ഒരു മൊമെൻറ്റ്സൊക്കെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. അതിനിടയ്ക്ക് മാളുവിൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ സ്കൂൾ ടീച്ചറാണ് കേട്ടോ. അപ്പോൾ അമ്മ സ്റ്റുഡൻസിനെ എല്ലാവരെയൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ ഈ സീനൊക്കെ. അപ്പോൾ അമ്മയ്ക്ക് അച്ഛന് വരാൻ പറ്റിയില്ല, അവർ കാലിക്കട്ടാണുള്ളത്. അപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല, ഞങ്ങൾ 3 മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഈ സ്കൂട്ടർ ബുക്ക് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 2 months ആയി. നേരത്തെ വരേണ്ടതായിരുന്നു. മഴയും സംഭവങ്ങളൊക്കെ യുദ്ധമൊക്കെ ഉള്ളത് കാരണം ലോഡ് ലേറ്റ് ആയതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി കിട്ടാനായിട്ട്. ഞങ്ങൾ ഒത്തിരി കാത്തിരുന്നിട്ടാണ് ഇപ്പോൾ അവസാനം ഡെലിവറി ഡേ വന്നത്. ഒത്തിരി ഫീച്ചേഴ്സൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ. ഞാൻ ഇത് ബുക്ക് ചെയ്യാൻ വന്ന സമയത്തിലേക്ക് ഞാൻ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം. നമ്മൾ ഗേൾസിന് കുറച്ച് കംഫർട്ടബിളാണ്. നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് നല്ല സുഖമാണ് ഓടിക്കാനായിട്ട്. എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരാൾക്ക് വണ്ടി ഡെലിവറിക്കൊക്കെ ഞാൻ പോകുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ ആ ഒരു പോയിൻ്റ് ഓഫ് അഡൾട്ട്ഹുഡിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത്. എന്തായാലും നല്ല അടിപൊളി ആയിരുന്നു. അപ്പോൾ ഹരിച്ചേട്ടൻ എന്തായാലും തിരിച്ച് ഓഫീസിൽ പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാനും ആളും ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. മഴയൊക്കെയാണ്, പക്ഷെ എന്നാലും ചെറുതായിട്ട് ചായയെങ്കിലും കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്. ആദ്യത്തെ അതൊക്കെ അടിച്ച് കഴിഞ്ഞ് നേരെ ചായയൊക്കെ കുടിച്ചിട്ട് പയ്യെ നമ്മൾ ഫ്ലാറ്റിലേക്ക് പോകുന്നു. ഇനി അത് കഴിഞ്ഞ് ഈവനിങ് ഇറങ്ങാമല്ലോ.